ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റിസർച്ച് ഓഫീസറിൽ ഇക്കണോമിക്സിലെ സിലബസിൽ നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് കമിങ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഫോർ ടുഡേ ഹിയർ. ഈ ഒരു ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നാഷണൽ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം ഇസ് സിംപ്ലി നമുക്ക് ഇൻകം ഓഫ് എ നേഷൻ എന്ന് വിളിക്കാം അല്ലെ? ഇൻകം ഓഫ് എ നേഷൻ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ പറയുന്നത്, ഒരു മീനിങ് പറഞ്ഞു തരുന്നത്. ഇത് ആക്ച്വലി ഡെഫിനേഷൻ ഒന്നും അല്ല, ബട്ട് ഇറ്റ്സ് സിമ്പിൾ മീനിങ്. അപ്പോൾ ആക്ച്വലി ഡെഫിനേഷൻ ഓഫ് നാഷണൽ ഇൻകത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്, ഇൻകം ഓഫ് എ നേഷൻ. അപ്പൊ ഈ നാഷണൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക് അനാലിസിന്റെ ഒരു ബേസിക് പാർട്ടായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. കാര്യം എന്താണ്? ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇക്കോണമിയുടെ ആഗ്രിഗേറ്റ് ആയിട്ടുള്ള അതായത് ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇക്കണോമിക് ആക്ടിവിറ്റിയെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. യൂഷ്വലി നമ്മൾ ഡെഫിനറ്റ്ലി വേൾഡിൽ പല ഭാഗത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ പല മെത്തേഡ്സ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വാല്യൂ ആഡഡ് മെത്തേഡ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻകം മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ പോകുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു മെത്തേഡിൽ മാത്രം റിലേ ചെയ്യാതെ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താലും പ്രശ്നങ്ങൾ കുറേ വരുന്നുണ്ട്. ഒരുപാട് ലിമിറ്റേഷൻസ് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ വരുന്നു. കാരണം നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് മെഷർ കിട്ടില്ല. ഒരു ഇക്കോണമിയുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഇക്കണോമിക് വെൽഫെയറിന്റെ ഒരു ട്രൂ സെൻസ് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ കിട്ടില്ല. കാരണം നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഇറ്റ്സെൽഫ് ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. അപ്പോൾ അത്തരം ലിമിറ്റേഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് സീ ദ ഷോർട്ട് കമിങ്സ് ഹിയർ. ആദ്യത്തെ തന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ഒരു കാരണവശാലും നാഷണൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യില്ല. നാഷണൽ ഇൻകം മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എടുക്കത്തുള്ളൂ. മാർക്കറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നാഷണൽ ഇൻകം കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. നാഷണൽ ഇൻകം ഫിഗേഴ്സ് എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ ഗുഡ്സിന്റെ കേസ് ആയിക്കോട്ടെ സർവീസസിന്റെ കേസ് ആയിക്കോട്ടെ, ഫോർമൽ ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കോണ്ടെക്സ്റ്റില് ബൈയിങ്ങും സെല്ലിങ്ങും നടത്തി, ബൈയിങ്ങും സെല്ലിങ്ങും പ്രൈസ് വെച്ചിട്ട് നടത്തി. അതായത് നമുക്കറിയാം പ്രൈസ് ഇവിടെ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പ്രൈസ് ഇല്ലാതെ പർച്ചേസും സെയിലും നടക്കുന്നില്ല. അപ്പൊ മാർക്കറ്റ് എന്ന് പറയുമ്പോഴേ പ്രൈസ് എന്താണ്? പ്രൈസ് ഇല്ലാതെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മാർക്കറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തി, ഒരു ബൈയിങ് പ്രൈസും സെല്ലിങ് പ്രൈസും ഒക്കെ നമുക്ക് അവിടെ വേണം. ഒരു ഇക്വിലിബ്രിയം സിനാരിയോയിൽ അറ്റൈൻ ചെയ്ത് കാര്യങ്ങൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഉൾപ്പെടുത്തുള്ളൂ. നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. സോ ദീസ് തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഫോർ എക്സാമ്പിൾ നോൺ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്ക്, ലൈക്ക് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നോക്കുന്ന ആ ഒരു ജോലി, ലൈക്ക് ചൈൽഡ് കെയർ. ഇപ്പൊ വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ what people will be doing elderly care, വയസ്സായ ആൾക്കാരെ നോക്കണം. അപ്പോൾ അഗൈൻ കുക്കിങ്, അവനവന്റെ വീട്ടില് അവനവൻ പാചകം ചെയ്ത് കഴിക്കാനായിട്ട് അഗൈൻ ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കും അല്ലെ. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ട കുക്കിംഗ് ചിലപ്പോൾ ഒരാളോ രണ്ടുപേരോ ചേർന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യും, എല്ലാവർക്കും കൂടെ കൊടുക്കും. അങ്ങനെയാണല്ലോ അല്ലെ. അപ്പം ഇതൊന്നും തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ എടുക്കുന്നില്ല. കാരണം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ പേയ്മെന്റ് കൊടുക്കണം. ഒരു ചൈൽഡ് കെയറിന്റെ കേസ് എടുക്കുമ്പോൾ ഒരു ടേക്ക് കെയറിൽ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് രാവിലെ കൊണ്ടാക്കി വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ
ഡെഫിനറ്റ്ലി ഡേ കെയർ നടത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് കാശ് കൊടുക്കണം. അഗൈൻ ഡൊമസ്റ്റിക് വർക്കിനായിട്ട് നമ്മളൊരു മെയ്ഡിനെ മറ്റോ നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സണും വി ഹാവ് ടു പേ ദം, അല്ലെ? ആ പേഴ്സണും വി നീഡ് ടു മേക്ക് എ പേയ്മെന്റ് ടു ദാറ്റ് പേഴ്സൺ. അപ്പോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഇത്തരം ഡൊമസ്റ്റിക് വർക്ക്, ചൈൽഡ് കെയർ, കുക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യില്ല. വൈ? ബിക്കോസ് ദീസ് ആർ നോൺ മോണിറ്റൈസ്ഡ്. നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പേയ്മെന്റ് ഒന്നും വാങ്ങുന്നില്ലല്ലോ. ആൻഡ് ദിസ് is identified as a major drawback here. കാരണം ഈ നോൺ മോണിറ്റൈസ് സർവീസസ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നത് കാരണം നാഷണൽ ഇൻകത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എക്കോണമിയുടെ യഥാർത്ഥ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും പ്രൊഡക്റ്റീവ് എഫോർട്ടും നമ്മൾ അവിടെ റിയലൈസ് ചെയ്യുന്നില്ല. കാരണം ഡെഫിനറ്റ്ലി റെസ്റ്റോറൻറ്റ് മാത്രമല്ല കുക്കിംഗ് നടക്കുന്നത്, വീടുകളിലും കുക്കിംഗ് നടക്കും. ചൈൽഡ് കെയർ എന്ന് പറയുമ്പോൾ ഡേ കെയർ സെന്റേഴ്സിൽ മാത്രമല്ല നടക്കുന്നത്, വീടുകളിലും നടക്കും. എൽഡർലി കെയർ ഹോംസിൽ മാത്രമല്ല എൽഡർലി കെയർ നടക്കുന്നത്, വീടുകളിലും നടക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് വർക്ക് ഒരു മെയ്ഡിന്റെ സർവീസ് ഉപയോഗിച്ച് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, അവനവനും ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പോ ഇത് രണ്ടും ഒരേ ജോലിയാണെങ്കിലും ഒരു തലത്തില് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? മോണിറ്റൈസ്ഡ് ആയിട്ട് ആ ഒരു വർക്കിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ആ സർവീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് പോവുകയാണെങ്കിൽ വി വിൽ ബി പേയിങ് ദാറ്റ് പേഴ്സൺ. പക്ഷെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പേയ്മെന്റ് ഇല്ല. സോ ഇത് കാരണമാണ് നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ whenever we look on to national income calculation, which is a major problem or drawback, and this will lead to underestimation of നാഷണൽ ഇൻകം. ഇക്കോണമിയുടെ യഥാർത്ഥ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അഗൈൻ വാട്ട് അബൌട്ട് സെൽഫ് കൺസംഷൻ, ബാർട്ടർ സിസ്റ്റം കൈൻഡ് ഓഫ് തിങ്സ്? ഇപ്പൊ നമ്മൾ പറയും ബാർട്ടർ സിസ്റ്റം ഇപ്പൊ ഇല്ലല്ലോ, ബിക്കോസ് മണി വന്നപ്പോ ബാർട്ടർ സിസ്റ്റം കംപ്ലീറ്റ്ലി പോയില്ലേ എന്ന് ചോദിക്കും. പക്ഷെ ഈ ബാർട്ടർ സിസ്റ്റം ചില സമയങ്ങളില്, ചില അവസരങ്ങളില് ചിലപ്പോ രണ്ട് വീടുകൾ തമ്മിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നെയ്ബേഴ്സ് ആയിട്ടുള്ള രണ്ടുപേര്, ഇപ്പോ ഒരാളുടെ വീട്ടില് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി. അപ്പൊ ഇദ്ദേഹം വിചാരിക്കണം, ഓക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയല്ലോ, അപ്പൊ അടുത്ത വീട്ടിൽ എന്റെ നെയ്ബറിന് കൂടെ കുറച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് നെയ്ബറിന് കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ നെയ്ബർ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ നെയ്ബർ ഭയങ്കര സന്തോഷമായി ഈ ഒരു ഡിഷ് കിട്ടിയോണ്ട്. അപ്പൊ നെയ്ബർ വിചാരിക്കും, ഓക്കെ തിരിച്ച് ഞാൻ ഈ ഡിഷ് എടുത്തിട്ട് പാത്രം മാത്രമായിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നെയ്ബർ എന്ത് ചെയ്യും? നെയ്ബറിന്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ അന്ന് വെച്ചത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഭവം അവിടെ ഉണ്ടെങ്കിൽ വാട്ട് ദ നെയ്ബർ വുഡ് ബി ഡൂയിങ്, നെയ്ബറും അതേ എന്തെങ്കിലും ആ പാത്രത്തിൽ ഫില്ല് ചെയ്തിട്ട് ഈ ഡിഷ് കൊടുത്ത ആൾക്ക് കൊടുക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ റൂറൽ ഏരിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാറില്ല, അല്ലെ? ബാർട്ടർ സിസ്റ്റം ഇതൊരു കൈൻഡ് ഓഫ് ബാർട്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. നമ്മളിവിടെ പൈസ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയ ഡിഷ് അപ്പുറത്തെ വീട്ടിലും കിട്ടി, അപ്പുറത്തെ വീട്ടിൽ ഉണ്ടാക്കിയ ഡിഷ് ഇപ്പുറത്തും കിട്ടി, അല്ലെ? ഒന്ന് കൊടുത്തു, വേറൊന്ന് കിട്ടി. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ബാർട്ടർ സിസ്റ്റവും ഏകദേശം സിമിലർ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇതൊന്നും നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ പെടുത്തുന്നില്ല. ദാറ്റ് ഇസ് എ മേജർ പ്രോബ്ലം. അഗൈൻ സെൽഫ് കൺസംഷൻ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് നമ്മൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും ഇതൊന്നും നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തെ പെടുത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫാർമർ, ഈ ഫാർമർ കൾട്ടിവേറ്റ് ചെയ്യണം. ഒരു ഫാർമറിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ ഫാർമർ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ട് ഹി ഡസ് ഇസ് ഹി ഈസ് ഗോയിങ് ഫോർ വീറ്റ് കൾട്ടിവേഷൻ. അപ്പൊ ഇതേ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാണ്. വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ഒരു 20 kg വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 20 kg വീറ്റാണ് കിട്ടിയത്, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇതിൽ നിന്നും ഒരു 5 kg അദ്ദേഹത്തിന്റെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. സെൽഫ് കൺസംഷൻ. ബാക്കി വരുന്ന 15 kg ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹം മാർക്കറ്റിൽ വിൽക്കുന്ന 15 kg എന്തായാലും നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വരും. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം മാറ്റിവെച്ച ഈ 5 kg that won't be coming under the calculation of national income.
കാരണം അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് ആണ്, അദ്ദേഹം തന്നെ കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി തന്നെ കൺസ്യൂം ചെയ്യണം. ദിസ് വോണ്ട് ബി കമ്മിങ് അണ്ടർ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. യഥാർത്ഥത്തിൽ ഇദ്ദേഹം 20 kg പ്രൊഡ്യൂസ് ചെയ്തല്ലോ, പക്ഷെ ഈ 20 kg നാഷണൽ ഇൻകം കാൽക്കുലേഷന് പെടുത്തുന്നില്ല. ആകെ 15 kg മാത്രമേ മാർക്കറ്റിൽ കൊടുത്തുള്ളൂ. അപ്പൊ ആ 15 kg മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ പെടുത്തുന്നുള്ളൂ. സോ വെഗൈൻ, ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്ക്ലൂഷൻ ഓർ പൂർ എസ്റ്റിമേഷൻ? അതും ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് നമുക്ക് എടുത്തേ പറ്റൂ. അടുത്തതാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അണ്ടർഗ്രൗണ്ട് ഇക്കോണമി. അണ്ടർഗ്രൗണ്ട് ഇക്കോണമി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റി വി ഹാവ് ടു ലൈക്ക് റിപ്പോർട്ട് ഇറ്റ് ഒഫീഷ്യലി, അല്ലെ? ഇതിനൊക്കെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉണ്ട്. പക്ഷേ ആൾക്കാർ പലരും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡിക്കൽ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട്, എസ്പെഷ്യലി ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടാക്സ് അടയ്ക്കാതെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുടെയും പല വർക്കും പല പേയ്മെന്റ്സും പല റെസീറ്റ്സും എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡിക്കൽ ആക്കാനായിട്ട് മുതിരുന്നില്ല. സോ ദേ ആർ നോട്ട് ഗോയിങ് ഫോർ എ റെക്കോർഡിക്കൽ കൈൻഡ് ഓഫ് എഗ്രിമെന്റ്. അപ്പൊ എന്ത് ചെയ്യും, കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കുന്നുണ്ടാവും, പേയ്മെന്റും റെസീറ്റും ഒക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ അതിന് ഒരു റെക്കോർഡും ഇല്ല എന്നാവുമ്പോൾ ഗവൺമെന്റിന് റെക്കോർഡ് കിട്ടുന്നില്ല. സോ ദീസ് തിങ്സ് വുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ടാക്സ്. ആ ടാക്സിന്റെ പേയ്മെന്റും റെസീറ്റും ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇത് അതിന് പെടുന്നില്ല. സോ ദീസ് തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ ഒഫീഷ്യലി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ്. കാരണം ഇത് മെഷർ ചെയ്യപ്പെടുന്നില്ല, ഇത് ടാക്സ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദീസ് തിങ്സ് വുഡ് ഗെറ്റ് away from national income calculation. നാഷണൽ ഇൻകം കാൽക്കുലേഷന്റെ പുറത്തു പോകും ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ വരുന്നതാണ് ഈ ഷാഡോ ഇക്കോണമിയും ബ്ലാക്ക് മണിയും കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ആൾക്കാർ ഇലീഗൽ മീൻസിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അതിനെ അപ്രൂവ് ചെയ്യുന്നില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ബാൻ ചെയ്ത ആക്ടിവിറ്റീസ് ആണ് സ്മഗ്ലിങ്, ഗാംബ്ലിങ്, ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം ഒരിക്കലും ഒരു ലീഗലി ഏൺ ചെയ്ത ഇൻകം അല്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ടും ചെയ്യുന്നില്ല. ദീസ് ആർ നോട്ട് റിപ്പോർട്ടഡ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ബാൻ ചെയ്ത ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് സംതിങ് ഐഡന്റിഫൈഡ് ആസ് എൻ ഒഫൻസ്, അല്ലെ? അപ്പോൾ എന്നിട്ട് ഇവർക്ക് ഇതിൽ കൂടെ ഇൻകം കിട്ടുന്നുണ്ട്, പക്ഷെ ഇവര് ഇത് ടാക്സിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. സോ ദേ ഡോണ്ട് വോണ്ട് ടു പേ ടാക്സ്. ടാക്സ് വന്നാൽ എന്താ സംഭവിക്കാം? ടാക്സ് വന്നാൽ നമുക്കറിയാം, ടാക്സ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ റിഡക്ഷൻ ഇൻ യുവർ ഡിസ്പോസിബിൾ ഇൻകം. നിങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം അവിടെ കുറയ്ക്കും. അങ്ങനെയാണോ? അതോ ടോട്ടൽ ഇൻകം ആണോ കുറയ്ക്കുന്നത്? സോ ജസ്റ്റ് ലെറ്റ് മീ ടെൽ യു അബൌട്ട് ദാറ്റ് സ്റ്റോറി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ ടാക്സ് കൂടുകയാണ്. ഓക്കെ, ഇൻകം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്, ടാക്സ് കൂടുകയാണ്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇൻകം ആഫ്റ്റർ ടാക്സ് എന്നുള്ളതാണ്. ഇൻകം ആഫ്റ്റർ ടാക്സ്. ഇൻകത്തിന് വലിയ മാറ്റമൊന്നും ഒരു ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്നില്ല. ടാക്സിന് ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. ഇൻകം അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ ടാക്സ് കൂടുന്നു. ഓക്കെ, ഇൻകം അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു, ടാക്സ് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു യുവർ ഡിസ്പോസിബിൾ ഇൻകം? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ആഫ്റ്റർ ടാക്സ് എന്ന് ഞാൻ പറഞ്ഞു, ഇത് താഴോട്ട് വരും, കുറയും. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഇലീഗൽ ആക്ടിവിറ്റീസിലൂടെ ഏൺ ചെയ്ത ഇൻകം ഒരിക്കലും അവർക്ക് തന്നെ അറിയാം, ഒരിക്കലും ഇത് ഗവൺമെന്റ് സമ്മതിക്കുന്ന കേസല്ല. ഗവൺമെന്റ് എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് മൊത്തം പൈസ പിടിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോ ടാക്സ് കൂടിയാൽ എങ്ങാനും ഗവൺമെന്റ് ഇതിനെ ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈവൻ നോർമൽ ഇൻകം യൂഷ്വലി നമ്മൾ സാധാരണ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത രീതിയിൽ വാങ്ങിക്കുന്ന ഇൻകത്തിന് തന്നെ ഒരു വലിയ ടാക്സ് അടക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം അവിടെ കുറയും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൾക്കാർ കള്ളത്തരം കാണിച്ച് ഇൻകം ഉണ്ടാക്കി അത് ഗവൺമെന്റ് പിടിച്ചു കൊണ്ടുപോയാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർ മാക്സിമം ഗവൺമെന്റ് കയ്യിൽ നിന്ന് മാറ്റിവെക്കും, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി ആൻ ഒഫൻസ്. പക്ഷേ
ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, വിച്ച് ആർ നോട്ട് അറ്റ് ഓൾ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വെൻ ഇറ്റ് കംസ് ടു നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. നാഷണൽ ഇൻകം കാൽക്കുലേഷന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കാരണം നമ്മുടെ ഇക്കോണമിയിൽ ഒരു പാരലൽ സെറ്റപ്പിലുള്ള ഒരു ഇക്കോണമിയെ കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നോർമൽ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള ഇൻകം ഒന്നും ഇല്ലാത്ത ഒരു ഇക്കോണമി. അപ്പൊ ഇതിന് പാരലൽ ആയിട്ട് ഒരു ഇക്കോണമി എന്ന് പറയുമ്പോൾ ഇലീഗൽ ആക്ടിവിറ്റീസും സ്മഗ്ലിങ്ങും ഗാംബ്ലിങ്ങും ബ്ലാക്ക് മണിയും ഒക്കെ ഉള്ള ഒരു ഇക്കോണമി. സോ അങ്ങനെയുള്ള ഒരു ഇക്കോണമി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത്, let's see some problems related to data collection. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നടക്കത്തുള്ളൂ. എസ്പെഷ്യലി ഒരു ഡെവലപ്പിംഗ് കൺട്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലാണ് ഈ നേഷൻ ഉള്ളത്. അപ്പോൾ ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്, അല്ലെ? ഇത്തരത്തിലുള്ള നേഷൻസിൽ ഒരുപാട് വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നത് അൺഓർഗനൈസ് സെക്ടർ ആണ്. സോ ഈ ഏരിയയിലായിരിക്കും മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വുഡ് ബി വർക്കിംഗ്. മെജോറിറ്റി ഓഫ് വർക്കേഴ്സ് എവിടെയായിരിക്കും? അൺഓർഗനൈസ് സെക്ടറിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ തന്നെ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ അൺഓർഗനൈസ് സെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു സമ്മേളനമാണ്. ഇവിടെ there won't be any contract. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റും കാണില്ല, ഒരു റിട്ടൺ അഗ്രിമെന്റ് ഒന്നും കാണില്ല. ഇവിടെ പേയ്മെന്റ് നടത്തുന്നതൊക്കെ തന്നെ ഈ കമ്പനി ഓണർ, കമ്പനി എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. സോ ഒരാളെ എംപ്ലോയർ ഒരാളെ എംപ്ലോയി, വർക്കറിന് ഓണർ പേയ്മെന്റ് കൊടുക്കുന്നത് തന്നെ തമ്മിൽ ഇത് ഒരു റെക്കോർഡിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇതിന് കാണത്തില്ല. സോ വിച്ച് വുഡ് അഗൈൻ ആക്ട് ആസ് എ പ്രോബ്ലം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് നാഷണൽ ഇൻകം അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? വിച്ച് വുഡ് ബി എ ഹേർഡിൽ, റൈറ്റ്? നാഷണൽ ഇൻകം അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഹേർഡിൽ തന്നെ ആയിരിക്കും, പ്രോബ്ലം തന്നെ ആയിരിക്കും. അടുത്തത്, അപ്പോൾ അതിന്റെ അൺഓർഗനൈസ് സെക്ടറിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം ഇവര് റെക്കോർഡൊന്നും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. ദർ ഇസ് നോ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്. ആൻഡ് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു സ്മോൾ യൂണിറ്റ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരാം, ഒരുപാട് മിസ്റ്റേക്സ്. നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ ഇത്തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് മിസ്റ്റേക്സ് വരും. കാരണം ഇവരുടെ പ്രൊഡക്ഷനും ഇവരുടെ പേയ്മെന്റും ഇതിലൊക്കെ തന്നെ ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. ഇതൊന്നും നേരെ ചൊവ്വേ റെക്കോർഡിക്കലായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും. ഇത്തരത്തിലുള്ള പല അൺഓർഗനൈസ്ഡ് സെക്ടർ ബേസ്ഡ് സ്ഥാപനങ്ങളും വിട്ടുപോകാനും ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. വിച്ച് വുഡ് അഗൈൻ അണ്ടർ എസ്റ്റിമേറ്റ് ദ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. നാഷണൽ ഇൻകത്തിനെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സോ അഗൈൻ ഡെഫിനറ്റ്ലി വി ആർ ടോക്കിംഗ് അബൌട്ട് സം എക്സ്ക്ലൂഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തത്, let's see something more, which is lack of specialization. എസ്പെഷ്യലി നമ്മൾ അഗ്രികൾച്ചർ പോലുള്ള ആക്ടിവിറ്റീസിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരാള്, ലെറ്റ് ഇറ്റ് ബി പേഴ്സൺ എ. ഈ പേഴ്സൺ എ എന്ന് പറയുന്നത് he is having a work. ഇയാള് let it be like he is a lawyer. ഇയാൾ ഒരു ലോയർ ആണ്. ഓക്കെ, പ്രൊഫഷണലി ഹീസ് എ ലോയർ. അപ്പോ തിരിച്ച് ഇയാള് വീട്ടിൽ വന്നിട്ട് ഇയാള് കേസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. കൂടെ ഹീസ് ഡൂയിങ് സം അഗ്രികൾച്ചർ. ഇദ്ദേഹത്തിന് ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹവും അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് കൂടെ വേറെ കുറെ പേരും ഇയാൾ എംപ്ലോയ് ചെയ്ത് അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അഗ്രികൾച്ചറിൽ നിന്നും കിട്ടുന്ന ലെറ്റ് ഇറ്റ് ബി റബ്ബർ കൾട്ടിവേഷൻ ഓർ സം അതർ കൾട്ടിവേഷൻ, നെല്ലിന്റെ ആണെങ്കിലും റബ്ബർ കൾട്ടിവേഷൻ ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു അഗ്രികൾച്ചർ അയാൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്നും ഇയാൾക്ക് കുറച്ച് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് ഇയാളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പൈസയും കിട്ടുന്നുണ്ട്. ലോയറിന് ഇൻകം കിട്ടുന്നുണ്ട് ആൻഡ് അഗ്രികൾച്ചറിൽ നിന്നും ഇയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ഈ വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓക്കെ,
അപ്പൊ ഇവിടെ ഒരു മിക്സഡ് സെനാറിയോ ആണ് വരുന്നത്. മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുമാണ് പേഴ്സൺ എക്ക് ഇൻകം കിട്ടുന്നത്. ആസ് എ ലോയർ ഹീസ് ഗെറ്റിംഗ് ഇൻകം, ആസ് ആൻ അഗ്രികൾച്ചറിസ്റ്റ് ഹീസ് ഗെറ്റിംഗ് എൻ ഇൻകം. ഇങ്ങനെ വരപ്പോ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഇൻകത്തിനെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഇനി വേറെ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന്റെ സ്വന്തം ലാൻഡിൽ ഇദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറെ ലേബറേഴ്സിനെയും കൂടെ ഇദ്ദേഹം എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കിട്ടിയ ഔട്ട്പുട്ടിൽ നിന്നും ചിലപ്പോൾ ഈ കിട്ടിയ ഔട്ട്പുട്ട് മൊത്തവും ഇദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത്. റബ്ബർ ഷീറ്റൊക്കെ ആണെങ്കിൽ മൊത്തം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ റബ്ബർ ഷീറ്റ് അല്ലാണ്ട് ഡയറക്ട്ലി. സോ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ മറ്റ് ലേബറേഴ്സിന് കൊടുക്കും, വേജസ് ആയിട്ട് കൊടുക്കും. പക്ഷെ ഇത് നമ്മുടെ ഇൻകം മെത്തേഡ് വഴിയുള്ള നാഷണൽ ഇൻകം കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. കാരണം ഒരു പേഴ്സണ് മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് ഇൻകം കിട്ടുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അത് എന്തെങ്കിലും എറേഴ്സ് വരത്തില്ലേ, മിസ്റ്റേക്സ് വരത്തില്ലേ, എക്സ്ക്ലൂഷൻ വരത്തില്ലേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. Now, the next problem, failure to account for externalities and welfare. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സോ അഗൈൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. ഈ ഫാക്ടറീസ് ഒക്കെ ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടറീസ് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. ഫാക്ടറീസ് എന്താ ചെയ്യുന്നത്? ഫാക്ടറീസ് രണ്ട് രീതിയിൽ നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഔട്ട്പുട്ട് തരുന്നുണ്ട്, വിച്ച് ഈസ് സം പ്രൊഡക്ഷൻ ദാറ്റ് ഇറ്റ് ഇസ് ഡൂയിങ്. രണ്ടാമത്തേത് ഇവര് ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദാറ്റ് വിൽ ദെയർ ഫങ്ഷനിങ് വിൽ ബി എഫക്ടിങ് ദ ഹോൾ ഓഫ് ഇക്കോണമി. ഇക്കോണമിയുടെ വെൽഫെയറിനെ വേറെ രീതിയിലും കൂടെ എഫക്ട് ചെയ്യും. ഹൗ? ഇറ്റ് മൈറ്റ് ബി സംടൈംസ് പൊല്യൂട്ടിങ്. പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസും ഈ ഫാക്ടറിക്കുണ്ട്. ഈ ഫാക്ടറി ചിലപ്പോൾ അവരുടെ വേസ്റ്റ് റിവറിൽ ഡംപ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫാക്ടറിക്ക് ചിലപ്പോൾ എയർ പൊല്യൂഷൻ വരുത്താം. ഇപ്പോൾ കാഷ്യൂ ഫാക്ടറി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ മുകളിൽ ആയിട്ട് ചിമ്മിനിയുടെ തൊട്ട് മുകളിലായിട്ട് നല്ല കറുത്തിരുണ്ട സ്മോക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഓൾ ദീസ് ആർ പൊല്യൂഷൻ, റൈറ്റ്? ഫാക്ടറി നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. കാഷ്യൂ ഫാക്ടറി ഇസ് ഗിവിംഗ് us some output, along with that it's creating pollution. അപ്പോ ഇത്തരത്തിലുള്ള ഈ പൊല്യൂഷൻ പോലുള്ള പ്രശ്നങ്ങളെ നമുക്ക് we can call it as negative externalities. എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് വിളിക്കുന്നത്? കാരണം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഫാക്ടറി ഇസ് പ്രൊഡ്യൂസിങ് സംതിങ്, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആൻഡ് ഈ ഔട്ട്പുട്ട് ഉപയോഗിക്കുന്ന കുറെ കൺസ്യൂമേഴ്സും ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് there will be several people who will be getting affected very badly. ഈ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പൊല്യൂഷൻ ഒരു ഫാക്ടറി അവരുടെ ബൈ പ്രോഡക്ട്സ് ഇൻ ദ സെൻസ് ലൈക്ക് അവരുടെ വേസ്റ്റ് റിവറിൽ ഡംപ് ചെയ്തു എന്ന് വിചാരിക്കും. നിയർ ബൈ വാട്ടർ ബോഡി ആയിട്ടുള്ള റിവറിൽ ഡംപ് ചെയ്തു. അപ്പോൾ ഈ വെള്ളത്തിൽ, ഈ റിവർ വാട്ടറിൽ കുളിക്കാനും അതേപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളം എടുക്കാനും, ഇപ്പൊ കുടിക്കാൻ വരെ ചിലർ ഈ റിവറിൽ നിന്ന് വെള്ളം എടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാരും വരും. സോ നൗ ദ വാട്ടർ ഇസ് പൊല്യൂട്ടഡ് അല്ലെ. ഈ വെള്ളത്തിൽ കുളിച്ചാൽ ഒരുപാട് സ്കിൻ റാഷസോ മറ്റ് സ്കിൻ ഡിസീസസോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ വെള്ളം കുടിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വെള്ളം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ വെള്ളം ഉപയോഗിച്ച് കുറേ പേർക്ക് അസുഖങ്ങൾ വന്നു, കുറെ പേര് മരിച്ചും പോയി. അപ്പോ നമുക്ക് പോയിട്ട് ഈ ഫാക്ടറിയോട് പറയാൻ പറ്റും, ഫാക്ടറി നിങ്ങളാണ് നിങ്ങളുടെ ഈ വേസ്റ്റ് ഡംപ് ചെയ്ത് നിങ്ങൾ ഇത്രമാത്രം വേസ്റ്റ് ഈ വെള്ളത്തിൽ ഡംപ് ചെയ്തു, അത് കാരണമാണ് ഇത്തരം പേർക്കും ഡിസീസ് ഉണ്ടായി, കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇത്രയും രൂപ ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ, അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വരുത്തിയ പൊല്യൂഷൻ കോമ്പൻസേറ്റഡ് ആവും, കംപ്ലീറ്റ്ലി കോമ്പൻസേറ്റഡ് ആവും. അവിടെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? മരിച്ചു പോയവർ പോയി, അഗൈൻ നമ്മൾ സഫർ ചെയ്ത ഈ വെള്ളം ഉപയോഗിച്ച് ആൾക്കാർ സഫർ ചെയ്ത
സ്കിൻ ഡിസീസും മറ്റു കാര്യങ്ങളും കൊണ്ട് ഇവർ സഫർ ചെയ്തത് അതിന് എക്സാക്ട്ലി ഈക്വലന്റ് ആവൂ ഫാക്ടറി കൊടുക്കുന്ന കോമ്പൻസേഷൻ ഒരിക്കലും ഇല്ല. ദ സെയിം ഹാപ്പൻസ് വിത്ത് ട്രാഫിക് കൺജഷൻ, ദ സെയിം ഹാപ്പൻസ് വിത്ത് റിസോഴ്സ് ഡിപ്ലീഷൻ, ഇതൊക്കെ. പക്ഷെ ഇതൊന്നും എന്താണ് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേഷൻസിൽ നമ്മൾ എടുക്കാറില്ല. ഇതൊക്കെ സോഷ്യൽ കോസ്റ്റ് ആണ്. അഗൈൻ വി ആർ ഡീലിംഗ് വിത്ത് സംതിങ് നെഗറ്റീവ്. നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഇതൊന്നും എടുക്കുന്നില്ല. വി ആർ എക്സ്ക്ലൂഡിങ് ഓൾ ദീസ്. അപ്പൊ അതൊരു കൃത്യമായിട്ടുള്ള നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ആവോ? ഇല്ല. അഗൈൻ പ്രോബ്ലം. ഇനി വാട്ട് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്? നാഷണൽ ഇൻകം ഫിഗേഴ്സ് ഒരു കാരണവശാലും ക്വാളിറ്റി ഓഫ് ലൈഫിനെ പറ്റിയിട്ട് പറയുന്നില്ല. സോ ഇറ്റ് ഈസ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ഗ്രോത്ത്. നേഷന്റെ വളർച്ചയെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഗ്രോത്തിനെ പറ്റി മാത്രമാണ് പറയുന്നത്. ഡെവലപ്മെന്റിനെ പറ്റി പറയുമായിരുന്നെങ്കിൽ അവിടെ ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസിയും എഡ്യൂക്കേഷനും ഹെൽത്തും സോഷ്യൽ സെക്യൂരിറ്റിയും ഫ്രീഡവും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞേനെ. എങ്ങനെയാണ് ഈ ഇൻകം ആൾക്കാരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്രമാത്രം ഇനിക്വാലിറ്റി ഇത് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഡിസ്പാരിറ്റീസ് എത്രമാത്രം വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് രാജ്യം എത്ര വളർന്നു, ഈ വർഷം മുതൽ ഈ വർഷം വരെ ഇത്ര വളർച്ച ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത്. അഗൈൻ ഇറ്റ്സ് എ ഷോർട്ട് കമ്മിങ്. അഗൈൻ നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഒരിക്കലും ഡബിൾ കൗണ്ടിങ് അലോ ചെയ്യില്ല. എസ്പെഷ്യലി വാല്യൂ ആഡഡ് മെത്തേഡിലൊക്കെ വരുമ്പോൾ ഡബിൾ കൗണ്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഈ ഇന്റർമീഡിയറ്റ് ഗുഡും ഫൈനൽ ഗുഡും തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ഗുഡാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബി യൂസ് ഫോർ ഫൈനൽ കൺസംഷൻ. ഫൈനൽ കൺസംഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ചില സമയത്ത് ഏതാണ് എവിടെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡായിട്ട് നിൽക്കുന്നത്, ഏതാണ് എവിടെയാണ് ഫൈനൽ ഗുഡായിട്ട് മാറി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ആ ഒരു സ്റ്റേറ്റിങ് വളരെ ബുദ്ധിമുട്ടായിട്ടും മാറും. അത് കാരണം നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വുഡ് ബി ഫുൾ ഓഫ് മിസ്റ്റേക്സ്. So this is yet another problem that we can have in the calculation of national income. Next, something related to transfer payment. So transfer payment എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വൺ സൈഡ് പേയ്മെന്റ് ആണ്, ഒരു വൺ സൈഡ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്നൊക്കെ പറയും. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് തരും, പെൻഷൻ തരും, സബ്സിഡി തരും. അപ്പോൾ ഇതൊക്കെ തന്നെ യൂണിലാറ്ററൽ ആണ്. ഗവൺമെന്റ് നമുക്ക് ഇതൊക്കെ തരുമ്പോൾ ഗവൺമെന്റ് ഒരിക്കലും നമ്മളോട് പറയുന്നില്ല ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് തന്നോണ്ട് നിങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നില്ല. സോ ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം സാലറി. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന സർവീസിന് പകരമായിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പേയ്മെന്റ് നടത്തുന്നത്. പക്ഷെ ഈ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സും പെൻഷൻസും അതേപോലെ തന്നെ സബ്സിഡിയും ഇതൊന്നും അങ്ങനെയല്ലല്ലോ. സോ അത് കാരണം നമുക്ക് ഇതിനെ ഒന്നും തന്നെ എന്താണ് ഒരു ടു സൈഡ് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ടെക്നിക്കലി ഇത് കറക്റ്റ് ആണ്, അതായത് ഇതൊക്കെ കൊടുക്കണം എന്നാണ്. പക്ഷേ മിക്കവാറും ഇതൊക്കെ കാരണം നാഷണൽ ഇൻകത്തിനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, അല്ലെ? അതും പ്രശ്നമാണ്. അപ്പോ നമുക്ക് മനസ്സിലായി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് മെത്തേഡ് ഉണ്ട്. or let's consider product method. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് വരുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് വരുന്നതുകൊണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉള്ളതുകൊണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഒന്നും നമ്മൾ എടുക്കുന്നത് പോലുമില്ല. ഇതിനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് നോൺ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ്, ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒക്കെ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെ?
So that's all about national income calculation based shortcomings. Hope you could understand. Thank you.